മുനമ്പത്ത് ചില രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് സമരസമിതിയിൽ നിന്ന് ഒരു 50 പേർ നേരിട്ട് ബി.ജെ.പിയിൽ ചേരുന്നതൊക്കെ. എന്നാൽ ഈ നിയമ ഭേദഗതി പാസ്സായെങ്കിലും നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കും വരെ തുടർ സമരം എന്ന നിലപാടിലാണ് മുനമ്പം സംയുക്ത സമരസമിതി. മുൻകാല പ്രാബല്യം സംബന്ധിച്ച സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ടെങ്കിലും ബി.ജെ.പി നേതാക്കൾ നൽകിയ ഉറപ്പ് വിശ്വസിക്കാം എന്നൊരു നിലപാടിലാണ് അവരുള്ളത്. അതേസമയം നിയമം പാസാക്കിയത് സംസ്ഥാനത്ത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന് ബി.ജെ.പി കരുതുന്നുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, ഇന്ന് സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴുള്ള ഒരു സ്വീകരണവും രാത്രിയിലെ പ്രകടനവും ഒക്കെ. അപ്പോൾ ഇത് രാഷ്ട്രീയമായി ഒരുപക്ഷെ ഏറ്റവും ഗുണം ചെയ്യുന്നത് ബി.ജെ.പിക്കാകും എന്നൊരു വിലയിരുത്തൽ. പക്ഷെ അവരുടെ സമരത്തിന്റെ കാര്യത്തിൽ അവർ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീജ, അതേസമയം സുരേഷ് ഗോപി ഇന്ന് എത്തില്ല എന്നാണ് രാവിലെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ്. അദ്ദേഹം ഇന്നലെ എത്തുമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് എത്തിച്ചേരുമെന്ന് ഇന്നലെയും അറിയിച്ചിരുന്നു. പക്ഷെ സുരേഷ് ഗോപി അവിടേക്ക് ഇന്ന് എത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ശ്രീജ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ മുൻപം സമരപന്തലിലെത്തിയപ്പോൾ ഉണ്ടായിരുന്ന സ്വീകരണമൊക്കെ നമ്മൾ കണ്ടതാണ്. 50 പേരോളം ബി.ജെ.പിയിലേക്ക് ചേർന്നു. മുൻപം സമരസമിതിയുമായി ബന്ധപ്പെട്ട 50ഓളം പേർ ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ മുൻപം സമരം എനിക്ക് തോന്നുന്നു ഒരു 20-25 ദിവസമായപ്പോൾ തന്നെ ബി.ജെ.പി ആ സമരക്കാരോടൊപ്പം ചേരുകയും അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരും കോൺഗ്രസും ആ കാര്യത്തിൽ അമാന്തം കാണിച്ചപ്പോഴൊക്കെ ആ ഇടത്തേക്ക് ബി.ജെ.പി കയറി ചെല്ലുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ രാഷ്ട്രീയപരമായി ഉണ്ടായ വിമർശനം ബി.ജെ.പി ഈ സമരത്തെ അല്ലെങ്കിൽ മുൻപക്കാരെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ്. പക്ഷേ ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുമ്പോഴും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് മുൻപം സമര ജനത നീങ്ങുന്നത്. കാരണം ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ചേർന്ന് കോൺഗ്രസ് കാണിച്ചിട്ടുള്ള വിയോജിപ്പ്, അല്ലെ ബില്ല് ഭേദഗതിയുമായി കോൺഗ്രസ് കാണിച്ചിട്ടുള്ള വിയോജിപ്പൊക്കെ സമരക്കാർക്ക് അത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് സമരക്കാരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട അവർക്കിടയിൽ തന്നെ അസ്വാരസ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകുന്ന ഒരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഹൈബിയിഡിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹൈബിക്കെതിരെ സമരസമിതി നേതാക്കൾ സംസാരിക്കും. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഹൈബിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ, സ്ഥലം MP എന്നുള്ള നിലയിൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മുൻപത്ത് രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഒരുപക്ഷെ ഹൈബി ഈഡൻ MP-ക്കെതിരെ അവരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴാണ് ബി.ജെ.പി അതിനെ മുതലെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നത്.